السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ അഷ്ശൈഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അൽ കബായിർ എന്നാൽ വൻപാപങ്ങൾ. ആദ്യമായി അദ്ദേഹം ഈ കിതാബിൽ എടുത്തുകൊടുത്ത അധ്യായം ബാബുൻ അക്ബറുൽ കബായിർ, അഥവാ വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപമായ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ ഷിർക്ക് പറഞ്ഞതിന് ശേഷം അവിടുന്ന് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കൽ എന്നു പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഖൗലുസ്സൂർ, ഷഹാദത്തുസ്സൂർ അഥവാ വ്യാജ വർത്തമാനം, കളവ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ കള്ളസാക്ഷ്യം, ഇതെല്ലാം വൻപാപങ്ങളാണ്. അഥവാ വൻപാപങ്ങൾ കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എല്ലാം ഒരേ പദവിയിലുള്ളതല്ല, മറിച്ച് ചിലത് ചിലതിനേക്കാൾ ഗുരുതരമാണ്, ഗൗരവമാണ്. ഈ പറഞ്ഞ വൻപാപങ്ങൾ എന്നത് വളരെ ഗുരുതരമായ വൻപാപങ്ങളായിട്ടാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഓടി അകലേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനുശേഷം രണ്ടാമത്തെ അധ്യായമായി ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം കൊടുക്കുന്നു ബാബുൻ കബായിറുൽ ഖൽബ്. ബാബുൻ കബായിറുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ അഥവാ ഹൃദയം കൊണ്ട് ചെയ്യുന്ന വൻപാപങ്ങൾ. പണ്ഡിതന്മാർ പറഞ്ഞു, വൻപാപങ്ങൾ എന്നത് രണ്ട് രൂപത്തിൽ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തേത് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന വൻപാപങ്ങൾ. ഉദാഹരണത്തിന് വ്യഭിചാരം, മോഷണം, കൊലപാതകം, അങ്ങനെയുള്ള വൻപാപങ്ങൾ, അത് അവയവങ്ങൾ കൊണ്ടുള്ള വൻപാപങ്ങളാണ്. രണ്ടാമത്തെ ഇനം എന്നത് ഹൃദയങ്ങളിലുണ്ടാകുന്ന വൻപാപങ്ങളാണ്. ഹൃദയം കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന, അതല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന വൻപാപങ്ങളാണ്. ഉദാഹരണത്തിന് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതാണ്. അൽ കിബിർ, അഹങ്കാരം, ദുരഭിമാനം, പൊങ്ങച്ചം, ഹസദ്, അസൂയ, വിദ്വേഷം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വൻപാപങ്ങളാണ്. അത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ഉണ്ടാവുക. ഇങ്ങനെ പണ്ഡിതന്മാർ രണ്ട് തരത്തിൽ വൻപാപങ്ങളെ വേർതിരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ഒന്നാമത്തെ അധ്യായത്തിന് ശേഷം ഷെയ്ഖ് റഹിമഹുല്ലാ ഖൽബുമായി, ഹൃദയവുമായി ബന്ധപ്പെട്ട വൻപാപങ്ങളെക്കുറിച്ചാണ് ഇനി സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ സഹോദരങ്ങളെ, ഖൽബ് എന്നത്, ഹൃദയമെന്നത് നമ്മുടെ ശരീരത്തെ നയിക്കുന്ന, നിയന്ത്രിക്കുന്ന ഒന്നാണ്. അഥവാ നമ്മുടെ ഹൃദയം, ഖൽബ് നന്നായാൽ നമ്മുടെ ശരീരം നന്നായി. നമ്മുടെ ഖൽബ് മോശമായി പോയാൽ നമ്മുടെ ശരീരവും മോശമായി പോകും. അതുകൊണ്ട് തന്നെ ഹൃദയത്തെ ബാധിക്കുന്ന ചില തിന്മകളെക്കുറിച്ച്, വൻപാപങ്ങളെക്കുറിച്ച് ഷെയ്ഖ് ആദ്യം ഉണർത്തുകയാണ്. അഥവാ ഏറ്റവും വലിയ വൻപാപങ്ങൾ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പിന്നീട് വൻപാപങ്ങൾ ആരംഭിക്കുന്നത് ഖൽബ് കൊണ്ടാണ്. അഥവാ ഖൽബാണ് അടിസ്ഥാനം, ഹൃദയമാണ് അടിസ്ഥാനം. മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ചെറിയ അവയവമാണിത്. എന്നാൽ
അതിൻ്റെ നന്മക്കനുസരിച്ചാണ് സഹോദരങ്ങളെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശരിയാവുന്നത്. അത് ഫസാദാവുന്നതിനനുസരിച്ചാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഫസാദായി പോകുന്നത്. ഒരു മനുഷ്യൻ രണ്ട് കാര്യത്തിൽ ചെറുപ്പമാണ്. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ശരീരത്തിൻ്റെ വലിപ്പമോ അതല്ലെങ്കിൽ അവയവങ്ങളുടെ വലിപ്പമോ അതിൻ്റെ ചെറുതും വലുതുമല്ല ഇവിടെ ഉദ്ദേശം. മറിച്ച് അൽ ഖൽബു വൽ ലിസാൻ, ഹൃദയവും നാവും. ഇത് രണ്ടിൻ്റെ കാര്യത്തിൽ മനുഷ്യന് എപ്പോഴും ചെറുതാണ് എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിൽ പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കും. ഹൃദയവും നാവും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹത്തായ ഹദീസിൽ കാണാം, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരു മനുഷ്യൻ്റെ, ഒരടിമയുടെ ഈമാൻ നേരെയാവുകയില്ല, ഹത്താ യസ്തഖീമ ഖൽബുഹു, അവൻ്റെ ഹൃദയം നേരെയാവുന്നതുവരെ. സഹോദരങ്ങളെ, ഈ ഹദീസ് നോക്കൂ. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ, ഒരടിമയുടെ ഈമാൻ നേരെയാവുകയില്ല, നേരെ ചൊവ്വയാവുകയില്ല, ഇസ്തിഖാമത്തിലാവുകയില്ല. ഏതുവരെ? ഹത്താ യസ്തഖീമ ഖൽബുഹു, അവൻ്റെ ഖൽബ് നേരെയാവുന്നതുവരെ, അവൻ്റെ ഹൃദയം നേരെയാവുന്നതുവരെ. ഇത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹൃദയങ്ങൾക്ക് രോഗം ബാധിക്കും. അഥവാ ഹൃദയത്തെ ബാധിക്കുന്ന രോഗമെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വൻപാപങ്ങളാണ്. നമുക്കറിയാം, ശരീരങ്ങൾക്ക് രോഗം ബാധിക്കാറുണ്ട്. ശരീരങ്ങൾക്ക് രോഗം ബാധിക്കും എന്നതുപോലെ തന്നെയാണ് അതിലെ ഒരവയവമായ ഹൃദയത്തിനും രോഗം ബാധിക്കും. ശരീരത്തിൻ്റെ രോഗങ്ങൾ എന്നത് ഏറ്റവും കൂടിപ്പോയാൽ ദുനിയാവിൽ മരിച്ചു പോവുക, ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോവുക എന്നതാണ്. എന്നാൽ ഒരാളുടെ കൽബിനാണ് രോഗം ബാധിക്കുന്നത് എങ്കിൽ, ഒരാളുടെ ഹൃദയത്തിനാണ് രോഗം ബാധിക്കുന്നത് എങ്കിൽ ദുനിയാവ് മാത്രമല്ല ആഖിറവും അതോടൊപ്പം നശിച്ചു പോകും. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന, പഠിക്കാൻ പോകുന്ന ഹദീസുകൾ മനസ്സിലാക്കിയാൽ അത് കൂടുതൽ ബോധ്യപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, കൽബ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൃദയം എന്നത് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അതാണ്. ആ ഹൃദയമാണ് ഇവിടെ ആദ്യമായി നാം സംസ്കരിക്കേണ്ടത്, ശുദ്ധീകരിക്കേണ്ടത്. ആ ഹൃദയം ശുദ്ധീകരിച്ചാൽ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ കാര്യങ്ങളും ശരിയാകും എന്നതാണ്. ഷെയ്ഖ് റഹിമഹുല്ലാ ആദ്യമായി ഒരു ഹദീസ് ഈ അധ്യായത്തിൽ എടുത്തു കൊടുക്കുന്നു. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم إن الله لا ينظر إلى صوركم وأموالكم ولكن ينظر إلى قلوبكم وأعمالكم. മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ല നോക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രൂപത്തിലേക്കല്ല നോക്കുന്നത്. വഅംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിലേക്കുമല്ല. വലാകിൻ, മറിച്ച് യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത് അദ്ദേഹത്തിൻ്റെ സഹീഹിൽ. സഹോദരങ്ങളെ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ല നോക്കുന്നത്. അള്ളാഹുവിൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹത്തോടെയുള്ള നോട്ടം, അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രതിഫലം നൽകാൻ പരിഗണനയോടുകൂടിയുള്ള നോട്ടം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്, അള്ളാഹു പരിഗണിക്കുന്നത് നമ്മുടെ രൂപങ്ങളിലേക്കോ നമ്മുടെ
സമ്പത്തിലേക്കോ അതുപോലെയുള്ള ഭൗതികമായ കാര്യങ്ങളിലേക്കോ അല്ല. പണ്ഡിതന്മാർ വിശദീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിൽ എടുത്തു പറഞ്ഞത്. ഒന്നാമത്തേത് നമ്മുടെ രൂപം, രണ്ടാമത്തേത് നമ്മുടെ സമ്പത്ത്. അതിനപ്പുറത്തേക്ക് ഭൗതികമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇതിൽ ഉൾപ്പെടും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. എന്ന് പറഞ്ഞാൽ ഭൗതികമായ നമ്മുടെ ഒരു കാര്യങ്ങളിലേക്കുമല്ല അള്ളാഹു നോക്കുന്നത്. നമ്മുടെ രൂപം നല്ല ഭംഗിയുള്ള രൂപമായതുകൊണ്ടോ, നാം നല്ല ഭംഗിയുള്ള ഒരാളായതുകൊണ്ടോ, നമ്മൾ സമ്പന്നനായതുകൊണ്ടോ, ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുള്ളത് കൊണ്ടോ ഒരു കാര്യവുമില്ല. അതല്ല ആത്യന്തികമായി അള്ളാഹു നോക്കുന്നത്. മറിച്ച് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, അള്ളാഹു തആല നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ് നോക്കുന്നത്. അതാണ് സഹോദരങ്ങളെ നമ്മുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഥവാ ഖൽബ് നന്നാക്കാനുള്ള പ്രേരണയാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളെക്കുറിച്ച് പറഞ്ഞതായി കാണാം. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَيُّ الْفَرِيقَيْنِ خَيْرٌ مَقَامًا وَأَحْسَنُ نَدِيًّا. നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സത്യനിഷേധികളായ കാഫിറുകളായ ആളുകൾ ഈമാനുള്ള വിശ്വാസികളായ ആളുകളോട് പറയും, രണ്ട് വിഭാഗങ്ങളിൽ അഥവാ മുഅ്മിനീങ്ങളിലും കാഫിരീങ്ങളിലും ആർക്കാണ് ഏറ്റവും സ്ഥാനവും അതുപോലെ ആൾഫലവും പരിഗണനയും ഒക്കെ ഉള്ളത്? അഥവാ മുഅ്മിനീങ്ങളെ പരിഹസിക്കുകയാണ്. മുഅ്മിനീങ്ങൾ ദുർബലരാണ്, അവർക്ക് ഭൗതികമായ വലിയ പളവളപ്പുകളോ കണ്ണഞ്ചിപ്പിക്കുന്ന സുഖസൗകര്യങ്ങളോ ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ കാഫിറുകളായ നിഷേധികളായ സമ്പന്നരായ ഭൗതികമായി ഒരുപാട് അള്ളാഹു പലതും നൽകിയ ആളുകൾ ചോദിക്കുകയാണ്, ഇതിൽ ആരാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ അവർ ഭൗതികമായ അളവുകോൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. നോക്കൂ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വത്തുണ്ട്, സമ്പത്തുണ്ട്, വലിയ തറവാടികളാണ്. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുർബലരാണ്, ആവശ്യത്തിനുള്ള വിഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പരിഹാസത്തിന്റെ ചോദ്യം അവർ ചോദിക്കുകയാണ്. അള്ളാഹു പറയുകയാണ്, വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹും അഹ്സനു അസാസൻ വരിയ. ആ വാദത്തിനുള്ള മറുപടിയാണ് വകം അഹ്ലക്നാ ഖബ്ലഹും. ആ ആളുകൾക്ക് മുന്നേ ഉള്ള എത്രയോ ആളുകളെ, എത്രയോ തലമുറയെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ഹും അഹ്സനു അസാസൻ വരിയ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭൗതികമായി ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു, ബംഗ്ലാവുകളും കൊട്ടാരങ്ങളും നല്ല വസ്ത്രങ്ങളും അങ്ങനെ പലതും ആർഭാട ജീവിതം നയിച്ചവരായിരുന്നു അവർ. നമ്മൾ കേട്ടിട്ടില്ലേ, ആദ് സമുദായം നല്ല തടിമാടന്മാരായിരുന്നു, ഈന്തപ്പന പോലെ വലിപ്പമുള്ള പടർന്ന് പന്തലിച്ച ആളുകളായിരുന്നു. അവർക്ക് സ്വത്തുണ്ട്, സമ്പത്തുണ്ട്. അതുപോലെ തന്നെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽ ജീവിച്ച ആളുകൾ നല്ല ശക്തന്മാരായിരുന്നു, മല്ലന്മാരായിരുന്നു. അവർ പാറകൾ തുരന്നിട്ടായിരുന്നു വീടുകൾ ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ നിങ്ങൾ നോക്കൂ, ഫിറഔൻ എന്തിൻ്റെ കുറവാണുള്ളത്? അതുപോലെ ഖാറൂൻ സമ്പന്നരിൽ സമ്പന്നനാണ്. അതുപോലെ ഹാമാൻ ഫിറഔനിൻ്റെ മന്ത്രിസഭയിൽ വലിയ സ്ഥാനമുള്ള ആളായിരുന്നു. അള്ളാഹു പറയുകയാണ്, അങ്ങനെ എത്ര എത്ര ആളുകൾ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഭൗതികമായി പലതും ഉണ്ടായിരുന്നു. എന്തിനാണ് സഹോദരങ്ങളെ ഈ ആയത്തുകൾ പറഞ്ഞത്? അള്ളാഹു തആല നോക്കുന്നത് നമ്മുടെ രൂപങ്ങളിലേക്കോ നമ്മുടെ സമ്പത്തിലേക്കോ അല്ല, മറിച്ച് അമലുകളിലേക്കാണ്, നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്. നോക്കൂ, മുനാഫിഖുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും. ഓ നബിയെ, മുനാഫിഖുകളെ താങ്കൾ കണ്ടുകഴിഞ്ഞാൽ അവരുടെ ശരീരങ്ങൾ അഥവാ അവരുടെ ശരീരത്തിൻ്റെ ഭംഗിയും അവരുടെ സംസാരവുമെല്ലാം താങ്കളെ അത്ഭുതപ്പെടുത്തി കളയും. നോക്കൂ, അവർക്ക് ഭൗതികമായി ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അള്ളാഹു എന്താണ് അവരെ കുറിച്ച് പറഞ്ഞത്? മുനാഫിഖുകളെ കുറിച്ച് പറഞ്ഞത്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖുകൾ, കപടവിശ്വാസികൾ
നരകത്തിൻ്റെ അടിത്തട്ടിലാണ്. ഇപ്പോൾ നോക്കൂ, ഭൗതികമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതല്ല അള്ളാഹു പരിഗണിക്കുക, മറിച്ച് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, അള്ളാഹു തആല നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് സഹോദരങ്ങളെ നോക്കുക. കാരണം ഹൃദയം നന്നായാൽ മാത്രമേ അമലുകൾ നന്നാവുകയുള്ളൂ. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയം നന്നാക്കിത്തരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അള്ളാഹുവേ എൻ്റെ മനസ്സിന്, എൻ്റെ ഹൃദയത്തിന് നീ തഖ്വ നൽകണേ, വസക്കിഹ, നീ അതിനെ ശുദ്ധീകരിക്കണേ, അൻത ഖൈറു മൻ സക്കാഹ, അള്ളാഹുവേ നീയാണ് അതിനെ ഏറ്റവും നന്നായി ശുദ്ധീകരിക്കുന്നവൻ, അൻത വലിയുഹ വ മൗലാഹ, അള്ളാഹുവേ നീയാണ് അതിൻ്റെ രക്ഷാധികാരി, നീയാണ് അതിൻ്റെ ഉടമസ്ഥൻ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്, ഖൽബ് നന്നാക്കി തരാൻ, ഹൃദയത്തിന് തഖ്വ അള്ളാഹുവെ നീ നൽകണേ, നീ അതിനെ ശുദ്ധീകരിക്കണേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യേണ്ടവരാണ്. കാരണം ഹൃദയം അത് നന്നാവണം. നമ്മുടെ രൂപങ്ങളിലേക്കോ നമ്മുടെ മറ്റു ഭൗതിക സൗകര്യങ്ങളിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്, പുറമേക്ക് എത്ര നന്നാക്കിയിട്ടും കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പുറമേക്ക് എത്ര വൃത്തിയാക്കിയിട്ടും എത്ര പുറമോടി നൽകിയിട്ടും കാര്യമില്ല, അള്ളാഹു നോക്കുക ഹൃദയങ്ങളിലേക്കാണ്. അതുകൊണ്ട് ഹൃദയം അത് നന്നാക്കേണ്ടതുണ്ട്, ഹൃദയം അത് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതി തുഖർരിബുക്കും ഇൻദനാ സുൽഫാ, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ നമ്മിലേക്ക് നിങ്ങൾക്ക് സാമീപ്യം നേടിത്തരികയില്ല, ഇല്ലാ മൻ ആമൻ, വിശ്വസിച്ച ആളുകൾ ഒഴികെ, വഅമില സാലിഹൻ, എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ. നോക്കൂ, നമ്മുടെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. സൂറത്തു സബയിലെ 37-ാമത്തെ ആയത്തിൽ ഇല്ലാ മൻ ആമന, വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ. വിശ്വാസം എവിടെയാണ്? ഹൃദയത്തിലാണ്. ഹൃദയം കൊണ്ട് വിശ്വാസം ശരിയാക്കിയ ആളുകൾ അവരൊഴികെ. വ അമാലിക്കും എന്ന ഹദീസിൽ വന്നതുപോലെ അള്ളാഹു പറയുകയാണ്, വഅമില സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്തവരും ഒഴികെ. ഫഉലൈക ലഹും ജസാഉൽ ദിഅഫി ബിമാ അമിലു, അവർക്കവർ പ്രവർത്തിച്ചതിൻ്റെ ഇരട്ടി ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകും. വഹും ഫിൽ ഗുറുഫാതി ആമിനൂൻ, അവർ സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന സ്വർഗീയ ഭവനങ്ങളിൽ നിർഭയരായിക്കൊണ്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യും. ഇപ്പോൾ സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹു തആല നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് നോക്കുന്നത്. നമ്മുടെ ഹൃദയം നന്നായാൽ നമ്മുടെ പ്രവർത്തനം നന്നാകും. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നു, ഫലാ തുഅജിബുക അംവാലുഹും വലാ ഔലാദുഹും, അവരുടെ സമ്പത്തും അവരുടെ സന്താന സൗഭാഗ്യവും കണ്ടിട്ട് താങ്കൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഇന്നമാ യുരീദുല്ലാഹു ലിയുഅദ്ദിബഹും ബിഹാ ഫിൽ ഹയാത്തി ദുനിയ, അള്ളാഹു തആല നിഷേധികളായ ആളുകളെക്കുറിച്ച് പറയുകയാണ്, അവർക്ക് അള്ളാഹു ഇത് നൽകിയത് അവർക്ക് ശിക്ഷ എന്നോണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകിയിട്ടുള്ളത്. വതസ്ഹഖ അൻഫുസുഹും വഹും കാഫിറൂൻ, അതുപോലെ തന്നെ അവർ സത്യനിഷേധികളായി അങ്ങനെ തന്നെ നശിച്ചു പോവാനും വേണ്ടിയിട്ടാണ്. അഥവാ ദുനിയാവിൽ ഈ പളവളപ്പുകൾ സൗകര്യങ്ങൾ കണ്ടിട്ട് മുഅ്മിനീങ്ങളുടെ കണ്ണ് അങ്ങോട്ടേക്ക് വായിക്കേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കുമാണ് നോക്കുന്നത്. അതുകൊണ്ട് ഒന്നാമതായി ആദ്യമായി നാം അത് ശുദ്ധീകരിക്കാൻ പരിശ്രമിക്കുക. അതാണ് നാം ശുദ്ധീകരിക്കേണ്ടത്, അവിടെ നിന്ന് തുടങ്ങണം. അതുകൊണ്ടാണ് നോക്കൂ, ശൈഖ് റഹിമഹുല്ലാ വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യമായി ഹൃദയം ശുദ്ധീകരിച്ചാൽ
ഹൃദയം നന്നാക്കിയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസ് ഒന്നുകൂടി വായിക്കാം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ല നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ കർമ്മങ്ങളിലേക്കുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. അടുത്തതായി ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം മറ്റൊരു ഹദീസ് ഉദ്ധരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണത്. വഅനി നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു മർഫൂഅൻ. മഹാനായ സഹാബി നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. മർഫൂഅൻ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബു. വളരെ പ്രസിദ്ധമായ ഹദീസാണിത്. നമ്മൾ പലതവണ കേൾക്കാറുള്ള ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, അലാ നിങ്ങൾ അറിയുക, വ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത് അത് നന്നായാൽ സലഹൽ ജസദു കുല്ലുഹു ശരീരം മുഴുവനും നന്നായി. വ ഇദാ ഫസദത് അതെങ്ങാനും മോശമായി പോയാൽ ഫസദൽ ജസദു കുല്ലുഹു ശരീരം മുഴുവനും മോശമായി പോകും. അല അറിയുക, ഈ പറഞ്ഞ മാംസകഷ്ണമെന്നത് വഹിയൽ ഖൽബു അത് ഹൃദയമാകുന്നു. ഹൃദയത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായ ഒരു ഹദീസാണ്, ഒരു പ്രയോഗമാണിത്. മുദ്ഗ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അറബിയിൽ ഖിതഅത്തുൻ സഗീറത്തുൻ ജിദ്ദൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു മാംസകഷ്ണം. ഹൃദയം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, ചെറിയ ഒരു മാംസകഷ്ണമാണ് ശരീരത്തിനകത്തുള്ള. എന്നാൽ അത് നന്നായാൽ ഈ കാണുന്ന വലിയ ശരീരം മുഴുവനും നന്നായി എന്നാണ്. ആ ചെറിയ മാംസകഷ്ണം എങ്ങാനും കേടുവന്നു പോയാൽ, മോശമായി പോയാൽ ഈ കാണുന്ന വലിയ ശരീരം മുഴുവനും മോശമായി പോകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാക്കുണ്ട്, അൽ ഖൽബു മലിക്കുൻ. ഹൃദയമെന്നത് രാജാവാണ്, ഭരണാധികാരിയാണ്. വൽ അഅ്ളാഉ ജുനൂദുഹു ശരീരത്തിലെ ബാക്കി അവയവങ്ങൾ എന്നത് ആ രാജാവിൻ്റെ സൈന്യമാണ്. ഫഇദാ സലുഹൽ മലികു സലുഹത് ജുനൂദുഹു രാജാവ് നന്നായാൽ സൈന്യവും നന്നാവും. വഇദാ ഫസദൽ മലികു ഫസദത് ജുനൂദുഹു രാജാവെങ്ങാനും മോശമായി പോയാൽ സൈന്യവും മോശമാകും. ഹൃദയത്തിന് സഹാബി നൽകിയ ഉദാഹരണം നോക്കൂ നിങ്ങൾ, ഉപമ നോക്കൂ നിങ്ങൾ. അൽ ഖൽബു മലിക്കുൻ, ഈ ചെറിയ മാംസകഷ്ണം എന്നത് സഹോദരങ്ങളെ ഒരു രാജാവിനെ പോലെയാണ്. കാരണം ഈ രാജാവ് കൽപ്പിച്ചാൽ ആ കൽപ്പന ശിരസാ വഹിക്കുന്നവരാണ് അവയവങ്ങളെന്ന ആ രാജാവിൻ്റെ സൈന്യം. നമ്മുടെ ഹൃദയം എന്താണോ മന്ത്രിക്കുന്നത് അതാണ് നാം ചെയ്യുക. അതുകൊണ്ടാണ് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, സാധാരണ ഒരു രാജാവിനെ പോലെയല്ല ഹൃദയമാകുന്ന രാജാവ്. ഹൃദയമാകുന്ന രാജാവിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൈന്യമാകുന്ന അവയവങ്ങൾ ആ രാജാവിനെ ഒരു നിലക്കും ധിക്കരിക്കുകയില്ല. എന്നാൽ അതല്ലാത്ത സാധാരണ മനുഷ്യരിൽപ്പെട്ട ഒരു ഭരണാധികാരി, ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ സൈന്യങ്ങളിലുള്ള ആളുകൾ ഒരുപക്ഷെ രണ്ട് തരക്കാരായിരിക്കും. നന്മയിൽ അദ്ദേഹത്തെ പിന്തുടരും, അല്ലാത്തതിൽ അദ്ദേഹത്തോട് വിയോജിപ്പ് കാണിക്കും. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ഹൃദയത്തിൻ്റെ സൈന്യങ്ങളായ
നമ്മുടെ അവയവം ഹൃദയത്തെ 100-ൽ 100 അനുസരിക്കും. അതുകൊണ്ട് വളരെ ഗൗരവമാണ് ഹൃദയത്തിൻ്റെ കാര്യം. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി എന്നാണ്. അതുകൊണ്ട് അത് നന്നാക്കാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കണം. ആ ഹൃദയത്തിന് കേടുകൾ വരാതിരിക്കാൻ, ആ ഹൃദയത്തിന് തിന്മകളുടെ കറകൾ ബാധിക്കാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. ആ കൽബുകളെ ബാധിക്കുന്ന അനേകം തിന്മകളുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ അധ്യായത്തിൻ്റെ കീഴിൽ 2 ഹദീസുകൾ അദ്ദേഹം എടുത്തു കൊടുക്കുന്നത് ആദ്യമായി ഹൃദയം നന്നാക്കാനുള്ള ഒരു മുന്നറിയിപ്പാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 ഹദീസുകൾ ഈ അധ്യായത്തിൻ്റെ കീഴിൽ അദ്ദേഹം ഉദ്ധരിച്ചത് നമ്മുടെ ഹൃദയം അത് നാം നന്നാക്കേണ്ടതിൻ്റെ ആവശ്യകത അറിയിക്കുന്നതാണ്. സഹോദരങ്ങളെ, നേരത്തെ നമ്മൾ കേട്ട ഹദീസുമായി ഈ ഹദീസിന് ബന്ധമുണ്ട്. അല്ലാഹു തആല നമ്മുടെ രൂപങ്ങളിലേക്കോ നമ്മുടെ സമ്പത്തിലേക്കോ അല്ല നോക്കുന്നത് എന്ന് പറഞ്ഞു. മറിച്ച് അല്ലാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ കർമ്മങ്ങളിലേക്കുമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ചില ആളുകളോട് അള്ളാഹുവിൻ്റെ കൽപ്പന അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന പറഞ്ഞാൽ ആളുകൾ പറയാറുള്ളത് എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിലല്ലേ? അള്ളാഹു നോക്കുന്നത് ഹൃദയങ്ങളിലേക്കല്ലേ? അപ്പോൾ പിന്നെ പുറമേക്ക് പ്രകടമായിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? ഉദാഹരണത്തിന് നരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുള്ളത്, ഞാനത് അഹങ്കാരത്തിന് ധരിക്കുന്നതല്ലല്ലോ, അള്ളാഹു നോക്കുന്നത് കൽബിലേക്കല്ലേ, 1 ഇഞ്ച് താഴ്ന്നു എന്ന് വിചാരിച്ചിട്ട് എന്താ പ്രശ്നം? സഹോദരങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ 2 ഹദീസുകളും യോജിപ്പിച്ചു നോക്കൂ. അള്ളാഹു നോക്കുന്നത് നമ്മുടെ രൂപങ്ങളിലേക്കല്ല, നമ്മുടെ സമ്പത്തിലേക്കല്ല, നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്. അവിടെ നിർത്തിയില്ല, പിന്നെയോ വ അഅമാലിക്കും, ആ ഹൃദയം നന്നായാൽ അമലുകളിലേക്ക് അത് വരും. അതുപോലെ നിങ്ങൾ നോക്കൂ, ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു, ഖൽബ് നന്നായാൽ ശരീരം മുഴുവനും നന്നാവും. ആ 2 ഹദീസുകളുമായി ഉള്ള ബന്ധം നോക്കൂ നിങ്ങൾ. ഇതുപോലെ ഏത് കാര്യങ്ങളും ഏത് നന്മകളും പറഞ്ഞാൽ ആളുകൾ ന്യായം പറയാറുള്ള ഇതാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഒന്നല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചത് കൊണ്ടായിരിക്കാം. 5 നേരത്തെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞാൽ നിസ്കരിക്കുകയില്ല, പക്ഷേ കുറേ നന്മകൾ ചെയ്യും, നന്മയുടെ ആളായിരിക്കും, ആളുകളെ സഹായിക്കാൻ ഓടി നടക്കും. ചാരിറ്റി എന്ന് പറഞ്ഞാൽ ചാടി വീണ് എല്ലാവിധ സഹായങ്ങളും ചെയ്യും. പക്ഷേ നിസ്കാരം ഒന്നല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല, അതല്ലെങ്കിൽ സമയത്തിന് നിസ്കരിക്കൂല. അപ്പോൾ ചോദിക്കെന്താ? അള്ളാഹ്ക്ക് അറിയില്ലേ? അള്ളാഹ് ഹൃദയത്തിലേക്കല്ലേ നോക്കുന്നത്? യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അള്ളാഹു ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. ആ ഹൃദയം നന്നായാൽ നമ്മുടെ ശരീരങ്ങളിൽ അതുണ്ടാകും, നമ്മുടെ കർമ്മങ്ങളിൽ അതുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ താടി നീട്ടി വളർത്താൻ പറഞ്ഞാൽ ഇതേപോലെ ആളുകൾ ചോദിക്കും, അത് നീട്ടിവെച്ചാൽ മാത്രമേ ഇപ്പോൾ ഇത് കാര്യമുള്ളൂ, അത് നീട്ടിവെക്കാൻ ഇത്ര നിർബന്ധമുണ്ടോ? അള്ളാഹു നോക്കുന്നത് ഹൃദയങ്ങളിലേക്കല്ലേ? അള്ളാഹു നോക്കുന്നത് ഈ രോമങ്ങളിലേക്കാണോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് ഹൃദയങ്ങളിലേക്കാണ്, ഈ രൂപങ്ങളിലേക്കല്ല. ശരിയാണ്, പക്ഷേ ഈ താടി എന്ന രൂപം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, അത് അള്ളാഹുവിൻ്റെ വഹയാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ തഖ്വയുണ്ടെങ്കിൽ, ഹൃദയം നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്താണ് അമലുകൾ എന്ന് പറഞ്ഞാൽ? ശരീരം നന്നാവും, അതുപോലെ അമലുകളിലേക്കാണ് അള്ളാഹു നോക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. എന്താണ് അമലുകൾ? ആരാണ് നമുക്ക് അമലുകൾ പഠിപ്പിച്ചു തന്നത്? ഇന്നത് സൽക്കർമ്മമാണ്, ഇന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു ഇബാദത്താണ് എന്ന് നമുക്ക് ആരാ പഠിപ്പിച്ചു തന്നത്? അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അള്ളാഹു പറഞ്ഞു ഖാലല്ലാഹ് ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുറപ്പുള്ള ഏതൊരു കൽപ്പനയും നമ്മുടെ അമലുകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം നന്നായാൽ ഈ അമലുകളിലേക്ക് അത് വരും. നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ അവയവങ്ങൾ അത് പ്രവർത്തിക്കും. അപ്പോൾ നോക്കൂ, അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
സഹോദരങ്ങളെ, അത്തഖ്വ ഹാഹുന, ശരിയാണ്, തഖ്വ ഹൃദയത്തിലാണ്. അള്ളാഹു നോക്കുന്നത് ഹൃദയങ്ങളിലേക്കാണ്. പക്ഷേ ആ ഹൃദയം നന്നായാൽ അതിങ്ങനെ നന്നായിട്ട് വെറുതെ നിൽക്കലല്ല. ഹൃദയം നന്നായി എന്നതിൻ്റെ തെളിവാണെന്ത്? ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങളിൽ അത് പ്രതിപാദിക്കുക എന്നുള്ളത്. ഒരാളുടെ കൽബ് നല്ല സംശുദ്ധമായ, കേടുകളില്ലാത്ത, തിന്മകളില്ലാത്ത കൽബാണെങ്കിൽ, ഹൃദയമാണെങ്കിൽ അയാളുടെ കർമ്മങ്ങളിൽ അത് കാണും. ആദ്യം മുതൽ അവസാനം വരെ കാണും. വിശ്വാസം, കർമ്മം, ആചാരം, അനുഷ്ഠാനം, ഏത് ദീനിൻ്റെ നിയമങ്ങളുണ്ടോ അതിലൊക്കെ അത് കാണും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ, അലാ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് അവിടുന്ന് ഇത് പറയുക. വഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ, അത് മോശമായി പോയാൽ ശരീരം മുഴുവനും മോശമായി പോകും, കേടുവരും. അലാ വഹിയൽ ഖൽബു, അറിയുക അത് ഹൃദയമാകുന്നു, അറിയുക അത് ഹൃദയമാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിന് ഇസ്തിഖാമത്ത് കൈവരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ടാണ് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന നമുക്ക് കാണാം. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. കാരണം അൽ ഖൽബ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം എന്താണ്? അൽ ഖൽബ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയത്തിന്, അതല്ലെങ്കിൽ ഹൃദയത്തിന് ഖൽബ് എന്ന പേര് വരാനുള്ള കാരണം അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. വൽ ഖൽബ് എന്ന് പറഞ്ഞാൽ അതാണ്, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നോക്കൂ, നമ്മുടെ ഹൃദയം അങ്ങനെയാണ്. ഇപ്പോൾ ചിന്തിക്കുന്നതല്ല, കുറച്ചപ്പുറത്തെത്തി നമ്മൾ ചിന്തിക്കുക. ഇപ്പം ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നന്നാവണം, കുറച്ചപ്പുറത്തുമ്പോൾ ചിലപ്പോൾ തോന്നും കുറച്ച് കഴിഞ്ഞിട്ട് നന്നാ. ഇപ്പം നമ്മൾ വിചാരിക്കും ഒരു സ്വതക്കയുടെ കാര്യം പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 10,000 കൊടുക്കണം. കുറച്ചങ്ങോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ഫോൺ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇടപാടുണ്ടാവും, അപ്പം 5 കുറയും അല്ലേ, അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത് കുറയും. ഇങ്ങനെ ഏത് കാര്യവും ഇങ്ങനെയാണ്. അത് ഹൃദയം അങ്ങനെ ആയതുകൊണ്ടാണ്, ഹൃദയത്തിൻ്റെ പ്രത്യേകതയാണത്. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് അൽ ഖൽബ്. അൽ ഖൽബ് എന്ന വാക്ക് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അക്ഷരാർത്ഥത്തിൽ അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ അല്ലാഹുവേ. കാരണം ഹദീസിൽ വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, അടിമകളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ്. അള്ളാഹുവിന് വിരൽ എന്ന സിഫത്തുണ്ട്. അള്ളാഹുവിന് യോജിച്ച, അവൻ്റെ മഹത്വത്തിന് യോജിച്ച അവൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്, സിഫാത്തുകളിൽപ്പെട്ടതാണ് അവന് വിരൽ ഉണ്ട് എന്നുള്ളത്. അവൻ്റെ വിരലുകൾക്കിടയിലാണ് സൃഷ്ടികളുടെ ഹൃദയങ്ങളുള്ളത്. യുഖല്ലിബുഹ കൈഫ ശാഅ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ മാറ്റിമറിക്കും. അതുകൊണ്ട് തന്നെ ധാരാളമായി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ അള്ളാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. എന്താണ് ദീനെന്ന് പറഞ്ഞാൽ? നേരത്തെ പറഞ്ഞാണ്, വാക്കുകളും പ്രവൃത്തികളും ഉൾക്കൊള്ളുന്ന അമലുകളാണ്. ദീനെന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ച കർമ്മങ്ങളാണ്. വിശ്വസിക്കാനുണ്ട്, ആചരിക്കാനുണ്ട്, അനുഷ്ഠിക്കാനുണ്ട്, ചെയ്യാനുണ്ട്, പറയാനുണ്ട്, ചൊല്ലാനുണ്ട്, പാരായണം ചെയ്യാനുണ്ട്. ഇതൊക്കെ കർമ്മങ്ങളാണ്. അപ്പം അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ്. ആ ഹൃദയങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നമ്മുടെ കർമ്മങ്ങളിലേക്കാണ്. നോക്കൂ, അതുകൊണ്ട് ഈ പ്രാർത്ഥനയും സഹോദരങ്ങളെ ധാരാളമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കൂ, സൂറത്തു ആലി ഇമ്രാനിൽ നമുക്ക് കാണാം, അള്ളാഹു വറാസിഖൂന ഫിൽ ഇൽമ്, ഇൽമിൽ വിജ്ഞാനത്തിൽ അടിയുറച്ച അള്ളാഹുവിൻ്റെ നല്ലവരായ മുഅ്മിനീങ്ങളായ അടിമകളുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, റബ്ബന ഞങ്ങളുടെ റബ്ബേ,
ലാ തുസിഗ് ഖുലൂബന, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയല്ലേ. ബഅദ ഇദ് ഹദൈതന, റബ്ബേ നീ ഞങ്ങളെ നേർമാർഗത്തിൽ ആക്കിയതിന് ശേഷം. ഇപ്പോൾ നോക്കൂ, ഹൃദയങ്ങൾ മാറി മറിയും, ഹൃദയങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും, ഹൃദയങ്ങൾ കേടുവരും, ഹൃദയങ്ങൾ മോശമാകും. അതുകൊണ്ട് അള്ളാഹുവെ നിൻ്റെ ദീനിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പറയുകയാണ്. ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ ഷിർക്ക് എന്നത്, വിശ്വാസം മോശമായി പോവുക. അതുപോലെ തന്നെ അൽ ഖിബർ, അടുത്ത അധ്യായം അതാണ്. അതുപോലെ അൽ ഹസദ്, അഹങ്കാരം, അസൂയ, അതുപോലെ പക, വിദ്വേഷം, ഇങ്ങനെ ധാരാളം തിന്മകൾ ഹൃദയത്തെ ബാധിക്കുന്നതാണ്. അപ്പം അതിനനുസൃതമായിട്ടാണ് പല രൂപത്തിലുള്ള തിന്മകളും നമ്മുടെ ശരീരത്തിൽ അതല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങൾ കൊണ്ട് പിന്നീട് സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നതാണ് ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹിമഹുല്ല ഉദ്ധരിച്ച 2 ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 ഹദീസുകളിലും വളരെ മഹത്തായ ഗുണപാഠങ്ങളാണ് നമുക്ക് അവിടുന്ന് അറിയിച്ചു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന വേറെ ചില പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം, വസ്ലുൽ സഖീമത ഖൽബി, അള്ളാഹുവേ എൻ്റെ ഹൃദയത്തെ ബാധിക്കുന്ന കേടുകൾ, രോഗങ്ങൾ നീ നീക്കിത്തരണേ. അതുപോലെ അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, വഅസ്അലുക ഖൽബൻ സലീമൻ, അള്ളാഹുവേ കുറ്റമറ്റ ഹൃദയം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഒരുപാട് ഹദീസുകൾ, പ്രാർത്ഥനകൾ ഈ വിഷയത്തിൽ സഹോദരങ്ങളെ നമുക്ക് കാണാം. നമ്മുടെ ഹൃദയം അത് നന്നാക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിളിച്ചുണർത്തുന്ന തെളിവുകളാണ് ഈ പറഞ്ഞതെല്ലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അന്നേ ദിവസം അഥവാ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഒരാൾക്കും അയാളുടെ സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടുകയില്ല. നോക്കൂ, നേരത്തെ കേട്ട ഹദീസിൽ വന്നതുപോലെ അള്ളാഹു നമ്മുടെ രൂപങ്ങളിലേക്കോ നമ്മുടെ സമ്പത്തിലേക്കോ അല്ല നോക്കുന്നത് എന്നതുപോലെ അള്ളാഹു തആലയുടെ അടുക്കൽ പരലോകത്ത് നമ്മുടെ സമ്പത്തോ നമ്മുടെ സന്താനങ്ങളോ ദുനിയാവിൻ്റെ വല്ലതും ഒരിക്കലും ഉപകാരപ്പെടുകയില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അള്ളാഹുവിൻ്റെ അടുക്കൽ സലീമായ അഥവാ കുറ്റമറ്റ ഹൃദയവുമായി വന്നാലല്ലാതെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഹൃദയത്തിന് കേടില്ലാതെ, ഹൃദയത്തിന് രോഗം ബാധിക്കാതെ, ഹൃദയത്തിൽ തിന്മകളുടെ കറകളില്ലാതെ ആരാണോ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് അയാൾക്കാണ് അന്ന് രക്ഷയുള്ളത് എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, നേരത്തെ നമ്മൾ കേട്ട ഹദീസുകൾ അതിൻ്റെ അർത്ഥം വളരെ മഹത്തരമാണ്. നോക്കൂ, ആ 2 ഹദീസുകളും കൂട്ടി യോജിപ്പിച്ചാൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് കിട്ടും. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് തോന്നും നമ്മുടെ കൽബിനൊക്കെ എന്ത് പ്രശ്നമുള്ളത്, കൽബിന് രോഗമുണ്ടോ, അങ്ങനെ രോഗം ബാധിക്കോ? രോഗം ബാധിക്കും സഹോദരങ്ങളെ. പണ്ഡിതന്മാർ പറഞ്ഞു, നമ്മുടെ കർമ്മങ്ങളിലേക്ക് നോക്കുക, നമ്മുടെ ഇബാദത്തുകളിലേക്ക് നോക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ തട്ടിച്ചു നോക്കുക. വാജിബാത്തുകൾ, നിർബന്ധ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നിലപാടുകൾ എന്താണ്? എന്താണ് വാജിബാത്തുമായി ബന്ധപ്പെട്ട് അഥവാ നിർബന്ധ കാര്യങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താണ്? അള്ളാഹു കൽപ്പിച്ച ഒരു നിർബന്ധ കാര്യം അഥവാ ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങൾ, അതിൽ 100ൽ 100 അതല്ലെങ്കിൽ പരമാവധി ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ നമ്മെക്കുറിച്ച് വീണ്ടും വിചാരം നടത്തി നോക്കുക. അത് കൃത്യമാണെങ്കിൽ അൽഹംദുലില്ലാ, നമുക്ക് സന്തോഷിക്കാം. കാരണം കൽബ് പരിശുദ്ധമാണ്, കൽബിൽ കേടില്ല എന്നതിൻ്റെ സൂചനയാണത്. ഏറ്റവും നല്ല ഹൃദയമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുണ്ട്.
അതുകൊണ്ട് ഈ നല്ല ഒരു അവസ്ഥയാണ് നമ്മിൽ കാണുന്നത് എങ്കിലും നമ്മളതിൽ വഞ്ചിതരായി പോകാൻ പാടില്ല. സാന്ദർഭികമായി എന്നോടെന്നതുപോലെ ഉണർത്തുകയാണ്, നമ്മുടെ അവസ്ഥകൾ നല്ലതാണ് എന്ന് നമ്മൾ കണ്ടാലും ഈ പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് വഅസ്അലുക ഖൽബൻ സലീമൻ റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഇങ്ങനെ ഹൃദയങ്ങൾ നന്നാക്കി തരാനുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ അശ്രദ്ധരായി പോകാൻ പാടില്ല. അതോടൊപ്പം സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അതിൽ അലംഭാവമാണോ നമ്മൾ കാണുന്നത്, നമ്മൾ അങ്ങേയറ്റം പേടിക്കണം. കാരണം എന്താ? ഖൽബിന് കേടുണ്ട്, ഹൃദയത്തിൽ പ്രശ്നമുണ്ട് എന്നതിൻ്റെ സൂചനയാണത്. അതുപോലെ മറ്റു റബ്ബിൻ്റെ കൽപ്പനകൾ, ദീനിൻ്റെ വിധിവിലക്കുകൾ നമുക്ക് പാലിക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. നമ്മൾ നമ്മെക്കുറിച്ച് വീണ്ടും വിചാരം നടത്തി നോക്കുക. അതിൽ നമുക്ക് ബോധ്യപ്പെടും നമ്മുടെ ഹൃദയം എങ്ങനെയാണ്, നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ധാരാളം കുറവുകളും ന്യൂനതകളും ഉള്ളവരാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, അള്ളാഹു പറഞ്ഞതുപോലെ കുറ്റമറ്റ ഹൃദയവുമായി വരാൻ സാധിക്കണം. ആ കുറ്റമറ്റ ഹൃദയം ലഭിക്കുക നമ്മുടെ വിശ്വാസം മുതൽ ഇങ്ങോട്ട് നന്നാക്കിയാലാണ്. ആ നന്നാക്കൽ എങ്ങനെയാണ്? നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ്. നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം, നമ്മൾ പരിശ്രമിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഹൃദയങ്ങളിലേക്കും ആ ഹൃദയം നന്നായാൽ അതിൻ്റെ അനന്തരഫലമായി നാം ചെയ്യുന്ന കർമ്മങ്ങളിലേക്കുമാണ് നോക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹു പറഞ്ഞതുപോലെ വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലന വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ആരാണോ നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നത്, അഥവാ അള്ളാഹുവിൻ്റെ ദീനുമായി അടുക്കാൻ, അത് പഠിക്കാൻ, അനുസരിക്കാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആരാണോ പരിശ്രമിക്കുന്നത്, ലനഹ്ദിയന്നഹും സുബുലന, അവന് നാം നമ്മുടെ മാർഗത്തിലേക്ക്, നമ്മുടെ പാതയിലേക്ക് വഴി മാർഗദർശനം നൽകും, എളുപ്പമാക്കി കൊടുക്കും. വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. അള്ളാഹു പറഞ്ഞു, അള്ളാഹു തആല ഇഹ്സാനുള്ള ആളുകളുടെ കൂടെയാണ്. ഇഹ്സാനുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു കാണുന്നത് പോലെ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ. ഇനി അള്ളാഹുവിനെ നാം കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നു എന്നതുപോലെ, എന്നത് പേടിച്ചുകൊണ്ട്, എന്നത് ചിന്തിച്ചുകൊണ്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നവരാണ് ഇഹ്സാനുള്ളവർ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അധ്യായത്തിൽ വന്ന 2 ഹദീസുകളും അതുപോലെ നമ്മളിപ്പോൾ കേട്ട ഒരുപാട് പ്രമാണങ്ങൾ, ഖുർആനിൻ്റെ ആയത്തുകളും അതുപോലെ മറ്റു ഹദീസുകളും നമ്മുടെ ഹൃദയം അത് നന്നാക്കാനുള്ള പ്രേരണയായി നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നന്നായാലാണ് നമ്മുടെ മറ്റു കർമ്മങ്ങളെല്ലാം നന്നാവുക. അതിന് ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ തിന്മകൾ, വൻപാപങ്ങൾ, അതുപോലെ പാപങ്ങൾ, അതിൽ നിന്ന് ശുദ്ധിയാവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ കുറ്റമറ്റ ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടുന്ന മുഅ്മിനീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.